ഈ പരാതിയിൽ അല്പം കഴമ്പുണ്ട്. കാരണം ഫെൻസിങ് കെട്ടുക, പിന്നീട് അത് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇതിന്റെ ഫലമായി സോളാർ ഫെൻസിങ്ങിനുള്ള പ്രശ്നം കുറേ കഴിയുമ്പോൾ ബാറ്ററിയുടെ ചാർജ് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. അത് കാലോചിതമായി പരിശോധനകൾ നടത്തുകയും ശാക്തീകരണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാലനം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു യജ്ഞം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആകെ ഉള്ള വനാതിർത്തിയുടെ 70% ഇപ്പോൾ ഫെൻസിംഗ് ഉള്ളത്. ഈ 70%-ൽ 20%-ഓളം പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം ചെയ്യാൻ പോകുന്നത് അവയെ പ്രവർത്തനക്ഷമമാക്കുക എന്നാണ്. അവിടെ ഇതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളുടെ ഒരു പരിശോധന നല്ലതാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉള്ളതുപോലെ സമ്മതിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം തെറ്റുകൾ തിരുത്തണമെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെങ്കിലും ജനങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് എനിക്ക് നേരെ പോയി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്തത്, പക്ഷേ അവരത് ചെയ്യുന്നുണ്ട്. ഒരു 2 സ്ഥലത്തായി 50 മീറ്റർ സ്ഥലത്ത് 2.5 വർഷമായി ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 1 വർഷത്തിനകം ഈ പ്രദേശം മുഴുവൻ പ്രവർത്തനക്ഷമമാക്കുകയും ബാക്കിയുള്ള സ്ഥലത്ത് ഫെൻസിങ് കെട്ടുകയും ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉൾപ്പെടെയുള്ളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ശുഭമാണെന്ന് പറയുന്നൊരു കണ്ണടച്ച് ന്യായീകരിക്കുകയും കണ്ണടച്ച് വിമർശിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഗവൺമെന്റിനുമില്ല, വനംവകുപ്പിനുമില്ല, വനംവകുപ്പ് മന്ത്രിക്കുമില്ല. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വെടിവെക്കാൻ ഉത്തരവ് നൽകാനുള്ള ഒരു നിർദ്ദേശം സർക്കാർ നൽകിയത്. കേന്ദ്രത്തിന്റെ ഈ പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി അത്തരം നടപടികൾ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അല്ല, ആ അധികാരം അവരിൽ തന്നെ നിക്ഷിപ്തമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇളവ് കിട്ടാത്തിടത്തോളം കാര്യം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല, അത് വിശദീകരിച്ചു ഞാൻ. ഇവിടെ ഈ കമ്മിറ്റി കൂടി CCF-നെ അറിയിച്ച്, CCF ചീഫ് വൈദ്യാറിനെ അറിയിച്ച്, അദ്ദേഹം ഇത് പരിശോധിച്ച് അദ്ദേഹത്തിന് തൃപ്തികരമാണ് ഈ റിപ്പോർട്ടുകൾ എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരവ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാലതാമസം ഒഴിവാക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമാർഗം ആ അധികാരം അവിടെ കൂടി ആലോചിച്ച്, അതിലെ പ്രതിനിധികളുടെ പേര് ഞാൻ വായിച്ചത്, എവിടുന്ന് ഇവരെയൊക്കെ വിളിച്ചു വരുത്താൻ സാധിക്കുക? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇങ്ങനൊരു വിവരം കിട്ടിയാൽ ഇവരെയൊക്കെ വിളിച്ചു കൂട്ടാൻ പറ്റുമോ? പ്രത്യേക സമയത്തിനെടുക്കും. അപ്പോൾ ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ ഇപ്പോഴുള്ള ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളിലും SOP-യിലും ഇളവ് വരുത്തിയാൽ തൽക്കാലം ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ വേണ്ടി കഴിയും. അതിനെങ്കിലും സമ്മതിക്കണമെന്നതാണ് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിന് അയച്ച കത്തിനുള്ളത്. ആ കത്തിനെ പറ്റി ഇന്നലെ മൗനമാണ്. അപ്പോൾ ഈ കേന്ദ്ര നിയമങ്ങളിലെ അപാകത ഇതുവരെ മനസ്സിലാക്കാത്തവരാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഓരോ MLA-മാരും. എല്ലാവർക്കും ഉള്ളൊരു പൊതു ഡോക്യുമെന്റാണ്, രഹസ്യ ഡോക്യുമെന്റ് അല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ടിക്ഫൈ സൈറ്റിലേക്ക് പോയാൽ SOP-യുടെ തന്നെ പൂർണ്ണരൂപം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ ആവർത്തിക്കുന്നത്, ഇത് അധികാരമുണ്ടെന്ന് പറയുകയും വരിഞ്ഞു മുറുക്കുന്ന നിബന്ധനകളിലൂടെ അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ ദുരന്തമാണ് മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്നത്. ആ ഇരട്ടത്താപ്പിനെതിരെ യോജിച്ച ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ, കേരളത്തിന്റെ താല്പര്യം എന്നുള്ള നിലക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്താൻ കഴിയും. ആ ചെറിയ മാറ്റം പോലും കർഷക ജനതയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാകും. അതിനുവേണ്ടിയുള്ള പിന്തുണയും സഹകരണവും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ ഇതിലിത് വേണമെങ്കിൽ നിങ്ങൾ എടുത്ത കോപ്പി, പക്ഷെ അതൊരു ഡിബേറ്റിനെ പറ്റും.